ഹായ് ഗായ്സ്, നമസ്കാരം. കുറെ നാളെയല്ലേ നമ്മൾ കണ്ടിട്ട്. ഇപ്പൊ കങ്കുവയുടെ ട്രെയിലർ വന്നിരിക്കുകയാണ്. അപ്പൊ എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാത്തത്. പക്ഷെ ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇത്രയും ഒരു മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് പടത്തിന്റെ ട്രെയിലർ വരുമ്പോൾ വീഡിയോ ചെയ്തില്ലേ ഞാനൊക്കെ പിന്നെ ഒരു യൂട്യൂബർ ആണോ അല്ലേ? അപ്പൊ എന്താണെങ്കിലും ശരി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ട്രെയിലർ. എന്നാ പറഞ്ഞ ഒരു സംഭവം, ഒരു ശിവ സംഭവം എന്ന് തന്നെ പറയണം. ഒന്നും പറയാനായിട്ടില്ല. കാരണം ഈ ഒരു പടം തകർക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലാത്തൊരു കാര്യമായിരുന്നു. അത് ഇതിന്റെ ഓരോ അപ്ഡേറ്റ് വരുമ്പോഴും ഓരോ പോസ്റ്റർ വരുമ്പോഴും ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇതിന്റെ ടീസറും ട്രെയിലറും ഗ്ലിംസും ഒക്കെ വന്നപ്പം ആ ഒരു എക്സ്പെക്ടേഷൻ ഇങ്ങനെ ഇങ്ങനെ കയറി വേറൊരു ലെവലായിരുന്നു. ട്രെയിലർ വന്നപ്പം അത് ഒന്നും കൂടെ എലവേറ്റ് ചെയ്ത് വേറെ ലെവലായിട്ടുണ്ട്. പടം തകർക്കും, ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ലെവലിലോട്ട് പോകുന്നൊരു പടമായിരിക്കും. ടച്ച് വുഡ് അങ്ങനെ തന്നെ ആവുന്നുള്ള ഒരു ഉറപ്പാണ്. കാരണം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ വിഷ്വൽസ് ആയിക്കോട്ടെ, അതിന്റെ ട്രീറ്റ്മെന്റ് ആയിക്കോട്ടെ. ഒരിക്കലും ശിവ എന്ന് പറഞ്ഞൊരു ഡയറക്ടറിൽ നിന്ന് ആരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനമല്ല. കാരണം പുള്ളി കഴിഞ്ഞ പടം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ട്രോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പത്തെ പുള്ളിയുടെ പടം ഒരു ഇൻഡസ്ട്രി ഹിറ്റ് എന്നുള്ള ലെവലിൽ പറയാവുന്ന ഒരു പടമായിരുന്നു. ഒരു ഹ്യൂജ് ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു വിശ്വാസം. എന്നാലും അതൊന്നും കൺസിഡർ ചെയ്യാതെ അതിനു മുമ്പ് അദ്ദേഹം ഒരുപാട് ഹിറ്റ്, സിരത്തെ അടക്കം ഒരുപാട്, വിവേകം, അദ്ദേഹം ഒരുപാട് ചെയ്ത സിനിമകളെല്ലാം നോക്കുവാണെങ്കിൽ ശൗര്യം ഒക്കെ വലിയ ഹിറ്റുകളായിരുന്നു, വീരം ഒക്കെ. പക്ഷെ അതൊന്നും പരിഗണിക്കാതെ അണ്ണാത്തെ എന്ന് പറഞ്ഞ ഒറ്റ പടത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് ഒരുപാട് ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ സൂര്യ അണ്ണ നോക്കുവാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു വലിയ ബോക്സ് ഓഫീസ് ഹിറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നാളായിട്ട് അദ്ദേഹത്തിനെ ആൾക്കാർ ട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഈവൻ ദോ സൂര്യ പൊട്ടറും ജയ്ഭീമും ഒക്കെ വലിയ രീതിയിൽ OTT-യിലാണെങ്കിലും വലിയ രീതിയിൽ ഓൾ ഇന്ത്യ ലെവലിൽ സ്വീകരിക്കപ്പെട്ടു. ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടി, നാഷണൽ അവാർഡ് കിട്ടി. ഇതെല്ലാമായിട്ടും അതുപോലെ തന്നെ റോളക്സ് എന്ന് പറഞ്ഞ ഒറ്റ ഗസ്റ്റ് റോൾ കൊണ്ട് വിക്രം പടത്തിനെ തന്നെ പുള്ളി കൊണ്ടുപോയി ലാസ്റ്റ് അല്ലെ. ഒറ്റ ആ ഒരു 5 മിനിറ്റ് ഉള്ള സീനിൽ പോലും അത് പുള്ളി അതുകൊണ്ട് പടം കൊണ്ടുപോയി പുള്ളിയുടെ ഒരു ലെവൽ എന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ടും അദ്ദേഹത്തിനെ ട്രോൾ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ഉള്ളവർക്കുള്ളൊരു നെഞ്ചത്തൊരു ആണിക്കല്ലായിരിക്കും, നല്ലൊരു മറുപടി ആയിരിക്കും ഈ ഒരു പടം എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ബിക്കോസ് അത്രയും ഒരു ഗ്രാൻഡ് വിഷ്വൽ സംഭവം എന്ന് തന്നെ പറയണ സംഭവമാണ് കങ്കുവ എന്നുള്ള ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കോപ്പിറൈറ്റ് കിട്ടണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വിഷ്വൽസ് ആഡ് ചെയ്യാത്തത്. അല്ലെങ്കിൽ ഞാൻ അതും കൂടെ വെച്ച് ഞാൻ റിയാക്ട് ചെയ്തേനെ. അതും കൂടെ വെച്ച് ഒരു ട്രെയിലർ റിയാക്ഷൻ പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ കോപ്പിറൈറ്റ് കിട്ടണ്ട എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. കാരണം DSPയുടെ മ്യൂസിക് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ആഡ് ചെയ്യേണ്ടെന്നുള്ളത് കൊണ്ട് മാത്രമാണ് വിഷ്വൽസ് ആഡ് ചെയ്യാത്തത്. എന്താണെങ്കിലും സംഭവം പൊളിച്ച് ഒരു രക്ഷയില്ലാത്തൊരു സാധനം. അത് DSPയുടെ മ്യൂസിക് എടുത്ത് പറയണം കേട്ടോ. എനിക്ക് DSP വന്നപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം പുഷ്പയിലെ പാട്ടൊക്കെ ആണെങ്കിലും എനിക്ക് പേഴ്സണലി വലിയ ഇഷ്ടപ്പെട്ട പാട്ടുകളൊന്നും അല്ല. പാട്ടൊക്കെ ഹിറ്റ് ആണെന്നാലും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. DSPയുടെ പഴയ മ്യൂസിക് ഒക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. ഗംഭീരമാണ് പുള്ളി ചെയ്തേക്കുന്നതൊക്കെ. സിംഗവും കുറെ പടങ്ങൾ അടിപൊളി ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു പടത്തിൽ എനിക്ക് പേഴ്സണലി എനിക്ക് DSPക്ക് ഇത് പറ്റുമോ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ DSP തകർത്തിട്ടുണ്ട് കേട്ടോ. ട്രെയിലറിലെ സാധനം വെച്ചിട്ട് ഒരു രക്ഷയില്ല. ആ ഫയർ സോങ് വന്നപ്പോൾ തന്നെ അടിപൊളിയായിരുന്നു. ഈ ട്രെയിലറിൽ ഇട്ടേക്കുന്ന മ്യൂസിക് ഗൂസ് ബംസ് പറഞ്ഞാൽ ഞാൻ റിപ്പീറ്റഡ് വാച്ച് ആയിരുന്നു. ആ സാധനം റിപ്പീറ്റ് ചെയ്ത് വാച്ച് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അത്രയും ഗംഭീരമായിട്ട് അവർ അത് പ്ലേസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ആൻഡ് വിഷ്വൽസ്, കളർ ഗ്രേഡിങ് എടുത്ത് പറയണം. ഇതിന്റെ പോസ്റ്റർ ആയിക്കോട്ടെ, എല്ലാത്തിലും വരുന്ന കളർ ഗ്രേഡിങ്, ട്രെയിലറിന്റെ കളർ ഗ്രേഡിങ് എല്ലാം, ആ വോയിസ് ഓവർ, സൂര്യാണമ്മിനെ പറയേണ്ട ആ മാസ് ലുക്കിൽ കസറിയിട്ടുണ്ട്. ഒരു ബാഹുബലി ലെവൽ ഒരു സാധനമാണ് തമിഴിൽ എടുത്ത് വെച്ചത്. ചുമ്മാ അല്ല ഇവർ ഈ ടീം പറയുന്നത് ഇത് തമിഴ് സിനിമയ്ക്ക് ഒരു ഭയങ്കര അഭിമാനിക്കാനുള്ള സാധനമായിരിക്കും, ഇൻഡസ്ട്രി ഹിറ്റ് ആയിരിക്കും എന്നുള്ള ലെവലിൽ. ചുമ്മാ അതല്ല, അത് ഓരോ അപ്ഡേറ്റിലും നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട്. എന്താണെങ്കിലും പടം ഒരു ഹ്യൂജ് ഹിറ്റ് ആവുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല. ആൻഡ് ഓൾസോ ഈ ഒരു പടത്തിൽ ക്യാമറ വർക്ക് എടുത്ത് പറയണം കേട്ടോ. ആ കാർഡിനകത്തുള്ള വിഷ്വൽസ് ഒക്കെ അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഒന്നും പറയാനായിട്ടില്ല. എല്ലാ ഡിപ്പാർട്ട്മെന്റും അതുപോലെ ഹാർഡ് വർക്ക് എടുത്തിട്ടുണ്ട്. ഈ ഒരു 2 വർഷം ഈ പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് വർത്ത് വാച്ച്. ആ വെയിറ്റിംഗ് വർത്താണെന്നുള്ള രീതിയിൽ തന്നെ പറയാൻ പറ്റും. വർത്ത് വാച്ച് ഫിലിം ആകും ഇത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. കീപ്പിംഗ് ഫിംഗേഴ്സ് ക്രോസ്ഡ്, ഒരു ഹ്യൂജ് ഹിറ്റ് ആകും. സൂചിക്ക് ഒരു ഗംഭീര ബോക്സ് ഓഫീസ് സക്സസ് എന്നുള്ള ലെവലിൽ ഈ ഒരു പടം വരും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. ആൻഡ് ഈ ട്രെയിലറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട് ഏതാണ്? ദിശ പത്താനിനെ ഞാൻ കണ്ടില്ല. വാട്ട് എവർ, മേ ബി സസ്പെൻസ് ആയിരിക്കും. ആൻഡ് ഓൾസോ കാർത്തി ഈ ഒരു പടത്തിലുണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്കും ലാസ്റ്റ് വരുന്ന ആ ഒരു വ്യക്തി കാർത്തി ആണോ എന്നൊരു സൂചന എനിക്ക് തോന്നുന്നു. അറിയത്തില്ല, എന്താണെങ്കിലും പടം കാണുമ്പോൾ അറിയത്തുള്ളൂ. എന്താണെങ്കിലും October 10 വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. October 10 ലോകമെമ്പാടുമുള്ള ഒരുപാട് സ്ക്രീനിൽ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ 500+ സ്ക്രീനിലോ മറ്റോ വരാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് സൂര്യയുടെ ഒരു പടം ഇത്രയും വരുന്നത്. അത്രയും ഗോപാലാണ് ഇവിടെ റൈറ്റ്സ് വാങ്ങിച്ചേക്കുന്നത്. അദ്ദേഹം മാർക്കറ്റ് ചെയ്യുന്ന പടങ്ങളൊക്കെ ലെവൽ അറിയാലോ. അപ്പോൾ ജയിലറും പുള്ളി അടുത്ത കാലത്തെടുത്ത പടം എല്ലാം ഹ്യൂജ് ഹിറ്റ്സ് ആണ്. ആൻഡ് കങ്കു ഓൾസോ ആ ഒരു പേര് നിലനിർത്തട്ടെ. ആൻഡ് ട്രെയിലർ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ ഏതാണ്? എന്താണ് നിങ്ങൾക്ക് ഈ പടത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷ? ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതെങ്കിൽ ടാറ്റാ ബൈ.